ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫലാഫിലിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഫലാഫിൽ സാൻഡ്വിച്ച് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നോർമലി നമ്മളെല്ലാവരും ഫലാഫിലാക്കിയിട്ട് കഴിക്കാറുണ്ട്, പക്ഷേ സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിക്കൽ പൊതുവേ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, സ്നാക്സിൻ്റെ ഒക്കെ വീഡിയോ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ റംദാനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. പൊതുവേ ഇതുപോലത്തെ ഷവർമ സാൻഡ്വിച്ച് പോലത്തെയൊക്കെയാണ് കുട്ടികൾക്കൊക്കെ റംദാനിൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കടല ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ തലേന്ന് തന്നെ കടലൊക്കെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചിട്ടില്ല, വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള കടല ഒരു ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പച്ചമുളകും ഒരു ഹാഫ് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ജീരകം, ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കുറച്ച് കുറച്ച് ഇട്ടെടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ ഒരു ബോൾസാക്കി എടുക്കുന്ന പരുവത്തിൽ നമുക്കിത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മാവൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുത്താൽ കേട്ടോ, കൂടുതൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിങ്ങനെ അരച്ചെടുക്കുക, എന്നിട്ട് കടലപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഷേപ്പാക്കി എടുക്കുക. നോർമലി ഫലാഫിൽ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാകാറുണ്ട്, അപ്പോൾ ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, വളരെ കുറച്ച് സമയം മതിയാവും. നമ്മൾ കടല രാത്രി തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ മുമ്പേ ഒന്ന് കുതിർത്ത് വെച്ചാലും മതിയാവും. അപ്പോൾ നമ്മൾ വേവിക്കാണ്ടാണ് കേട്ടോ കടല അരച്ചിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേവിച്ചിട്ടില്ല, പച്ചക്കടലാണ് അരച്ചിട്ടുള്ളത്. ഇനി ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്, നാരെ പാതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറിൻ്റെ മേലിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ മയോണൈസും കെച്ചപ്പും മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ലെറ്റ്യൂസിൻ്റെ ലീഫും ഒരു 2 ഫലാഫിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്, കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ തക്കാളി ഉള്ളിയും ഒരു 5 മിനിറ്റ് മുമ്പേ വിനീഗറിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും മസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ സുർക്കയിലിട്ടിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരാം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഉള്ളിയും തക്കാളിയും നമ്മൾ നേരത്തെ തന്നെ സുർക്കയിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ഫോൾഡ് ചെയ്യുമ്പോൾ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.